ഫുക്രിയിലേക്ക് സ്വാഗതം. സ്പെയിനാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ലോകകപ്പ് ജയിക്കാൻ സാധ്യതയുള്ള ഒരു ടീമായി സൂപ്പർ കമ്പ്യൂട്ടർ ഉൾപ്പെടെ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. ആ സ്പെയിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ലാമിൻ യമാൽ. യമാൽ പറയുന്നത് ചെറുപ്പം മുതൽ വലിയ സ്വപ്നമായിരുന്നു ലോകകപ്പ് കളിക്കുക എന്നുള്ളത്. ആ യാത്രയിലേക്കുള്ള തുടക്കമാണ്. ആ യാത്ര പൂർണ്ണമാകും എന്ന് തന്നെയാണ് വിശ്വാസം. ചാമ്പ്യന്മാരാകും എന്ന് തന്നെയാണ് വിശ്വാസം. സ്പെയിൻ യൂറോ കപ്പ് നേടുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷെ ഞങ്ങൾ കിരീടം ഉയർത്തി. അതുപോലെ തന്നെ ഈ ലോകകപ്പും നേടും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് എന്നാണ് യമാൽ പറയുന്നത്. മറ്റൊന്ന് യമാൽ കൃത്യമായി പറയുന്നുണ്ട്, എന്നെ പലരും പുതിയ മെസ്സി എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ മെസ്സി അല്ല, എനിക്ക് മറ്റാരുമായും എന്നെ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് ഞാനായാൽ മതി. മെസ്സി മഹാനായ കളിക്കാരനാണ്, പക്ഷെ ഞാൻ ആരെയും അനുകരിക്കുന്നില്ല എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. മെസ്സിയുടെ മഹത്വത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ തനിക്ക് മെസ്സി ആകണ്ട എന്നും യമാൽ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ സ്പെയിൻ അല്ല ചാമ്പ്യന്മാരാകുന്നതെങ്കിൽ വേറെ ആരാകണമെന്നാണ് താല്പര്യം എന്ന ചോദ്യത്തിന് അർജന്റീനയാകണം എന്നാണ് താൻ. സ്പെയിന് ലോകകപ്പ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അർജന്റീന എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ലോകകപ്പിൽ 48 ടീമുകൾ കളിക്കുന്നുണ്ട്. 48 ടീമുകളും അതിഗംഭീരമായ കളി കളിച്ചാണ് ലോകകപ്പിലേക്ക് വരുന്നത്. ഈ 48 ടീമിനും ലോകകപ്പ് ജയിക്കാൻ അർഹതയുണ്ടെന്നും യമാൽ പറയുന്നു. അവസാനം ഒരു കൗതുക ചോദ്യത്തിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി, ലോകകപ്പ് നേടിയാൽ എന്ത് ചെയ്യും എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത്, ലോകകപ്പ് നേടിയാൽ താടിയും മുടിയും വളർത്തും എന്നാണ്. അതൊരു കൗതുകത്തിന് വേണ്ടിയാണ്. ഇതുവരെ അങ്ങനെ ഒരു സ്റ്റൈൽ പരീക്ഷിച്ചിട്ടില്ല. അതൊരു വാക്കാണ്. ലോകകപ്പ് നേടിയാൽ എന്തായാലും താടിയും മുടിയും വളർത്തും, ആ സ്റ്റൈൽ പരീക്ഷിക്കും എന്നാണ് യമാൽ പറഞ്ഞിരിക്കുന്നത്.